അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദ് വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 1 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ഫൈഇൻ്റെ സ്വത്ത് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് വിശദീകരിക്കുന്നിടത്ത് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പ്രത്യേകതയും അവരുടെ പ്രാധാന്യവും അവരുടെ ഫളായിലുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതിനുശേഷം ആരിലേക്കാണ് അത് പരിഗണിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والذين جاءوا من بعدهم. മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, അവർക്ക് നൽകണം. അതേപോലെ തന്നെ അതിനുശേഷം വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അൻസാറുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് അതുപോലെ തന്നെ വല്ലദീന, യാതൊരു കൂട്ടർക്കും നൽകണം. ആരാണവർ? ജാഊ മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം വന്നവർ. ജാഅ യജീഉ ഈജാഅൻ വമജീഅ. ജാഊ മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം വന്നവർ. ഇവർക്ക് ശേഷം വന്നവർ അഥവാ താബിഈങ്ങൾ. യഖൂലൂൻ, അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഗഫറ യഗ്ഫിറു ഗുഫ്റാനൻ. ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക, മാപ്പ് നൽകുക. ഇഗ്ഫിർ ലന, ഞങ്ങൾക്ക് റബ്ബെ നീ പുറത്തു തരണമേ. വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും. അല്ലദീന, അവർ സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നവരാണ്. സബഖ യസ്ബിഖു സബഖൻ. സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും റബ്ബെ നീ പുറത്തു കൊടുക്കണമേ. വലാ തജ്അൽ, നീ ഉണ്ടാക്കരുതേ. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി തീർക്കുക, ഉണ്ടാക്കുക, വെക്കുക. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കരുതേ, നൽകരുതേ. ഖൽബിൻ്റെ ജംആണ് ഖുലൂബ്, ഹൃദയങ്ങൾ. എന്ത്? ഗില്ലൻ, വെറുപ്പ്, പക, വിദ്വേഷം, അനിഷ്ടം. അതിനാണ് ഗില്ല് എന്ന് പറയുന്നത്. ആരോട്? ലില്ലദീന ആമനു, വിശ്വസിച്ചവരോട് ഞങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു വെറുപ്പും വിദ്വേഷവും പകയും നീ ഉണ്ടാക്കരുതേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, നിശ്ചയമായും നീ, റഊഫുൻ ഐ ദൂ റഅഫ, അങ്ങേയറ്റം ദയാവായ്പുള്ളവനും, റഹീമുൻ ഐ ദൂ റഹ്മ,
കാരുണ്യമുള്ളവനുമാകുന്നു. അപ്പോൾ സ്വത്ത് ആർക്കൊക്കെ നൽകാം എന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ്. അതിലൂടെ എല്ലാവരും, മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവരും അതിൽ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് മുഹാജിറുകൾ, അൻസാറുകൾ, പിന്നെ സ്വാഭാവികമായും അതിനുശേഷം വന്നവർ, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അതിനുശേഷം വന്നവർ. സൂറത്തു തൗബയിൽ പറഞ്ഞതുപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരെ ഇത്തിബായ് ചെയ്തവർ. അതാണ് വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ അഥവാ ഇസ്ലാമിലേക്ക് വന്നവർ. അതേപോലെ തന്നെ ഹിജ്റ ചെയ്ത് ആദ്യം വന്നതിന് ശേഷം പിന്നീട് വന്നവർ, അൻസാറുകളിൽ നിന്ന് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവർ, അതിനുശേഷം നാടിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ചു മദീനയിലേക്ക് വന്നവർ, അങ്ങനെ മുഴുവൻ മുസ്ലിമീങ്ങളും ഇതിൽ ഉൾപ്പെട്ടു. പക്ഷേ അതേ സമയത്ത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ ഒരു കണ്ടീഷൻ, അവരുടെ സിഫാത്ത്. നേരത്തെ മുഹാജിറുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മഹത്വം പറഞ്ഞു, എന്താണ് അവരെ പ്രത്യേകമാക്കുന്ന സ്വഭാവം. അൻസാറുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ പ്രത്യേകത പറഞ്ഞു. ഇനി ശേഷം വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളിലും ഉണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് പിന്നീട് പറയുന്നത്. യഖൂലൂന, അവർ പറയും, അഥവാ അവരുടെ പ്രാർത്ഥനകളിൽ പോലുമുള്ളത് എന്താണ്? റബ്ബന ഗഫിർ ലന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ മനസ്സിൽ ഞങ്ങൾ മേലെയാണ് എന്ന ചിന്ത അവർക്കില്ല. മറിച്ച് ഞങ്ങളെക്കാൾ ഇൽമിലും അറിവിലും ഈമാനിലും മുൻകടന്നു പോയവർ സ്വഹാബികളും തുടക്കക്കാരുമാണ് എന്ന ആ ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം അവർ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഴ്ചകളും പാപങ്ങളുമൊക്കെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന ആ വിനയത്തിൻ്റെ മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. അഹങ്കാരത്തിൻ്റെ, കിബറിൻ്റെ ഒരവസ്ഥ അവർക്കില്ല. യഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തരണമേ ഞങ്ങളുടെ വീഴ്ചകൾ, അബദ്ധങ്ങൾ. ഞങ്ങൾക്ക് മാത്രമല്ല, വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾ. അഖുൻ്റെ ജംആണ് ഇഖ്വാൻ, സഹോദരങ്ങൾ. വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾ. അല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നുപോയവർ, മറികടന്നുപോയവർ. രണ്ടർത്ഥത്തിലാണ് ഈ സബഖ്. ഒന്ന്, ഈമാനിൻ്റെ വലിപ്പത്തിൽ അവർ ഞങ്ങളെക്കാൾ മേലെയാണ്, ഈമാനിൻ്റെ ദറജയിൽ. രണ്ടാമത്തത്, കാലം കൊണ്ടും അവർ ഞങ്ങളെക്കാൾ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച് അങ്ങനെ ഈമാനിലേക്ക് മുൻകടന്നവരാണ്. ഇനി ഈമാനിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ ഈമാനിൽ എത്രയോ ദറജയുള്ളവരാണ്. ഉദ്ദേശിക്കുന്നത് സ്വഹാബത്തിനെയാണ്. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം പിൽക്കാലഘട്ടത്തിലല്ല, നബിയുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഖവാരിജുകളുടെ നേതാവ്, പിന്നീട് ഖവാരിജുകളുണ്ടായി. ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ആദ്യം പുറത്തേക്ക് പോയ പിഴച്ച കക്ഷിയാണ്. പിന്നെ അതിനോട് അനുബന്ധമായി ഷിയാക്കളും റാഫിളിയ്യാക്കളുമൊക്കെ ഉണ്ടായി. ഇവരുടെ പ്രത്യേകത തന്നെ സ്വഹാബത്തിനെ ചീത്ത പറയലാണ്. സ്വഹാബികളെ തക്ഫീർ ചെയ്തു അവരിൽ പലരും. സ്വഹാബികളിൽ മഹാഭൂരിപക്ഷവും കാഫിറുകളാണ് എന്ന് പറഞ്ഞു. അവരെ തക്ഫീർ ചെയ്തു. കാഫിർ, അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ആഢ്യത്വവും അഹങ്കാരവും കിബറുമുള്ള ഒരു ടീം വന്നു. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ബിൻ ജരീർ ത്വബരി അടക്കമുള്ള ധാരാളം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഫൈഇൻ്റെ സ്വത്തിൽ നിന്ന് ഖവാരിജുകൾക്കോ റാഫിളിയ്യാക്കൾക്കോ ഷിയാക്കൾക്കോ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞ ഈ ക്വാളിറ്റി അവർക്കില്ല. കാരണം എന്താണ്? അവർ ഇഖ്വാനുകളായി മറ്റുള്ളവരെ കാണുന്നില്ല, കാഫിറുകളായിട്ട് സ്വഹാബികളെ കാണുന്നത് പലരെയും. അവർക്ക് വേണ്ടി അവർ പൊറുക്കലിനെ തേടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊരു സഹാബിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റാഫിളി അല്ല, നമ്മൾ ഷിയ അല്ല,
നമ്മൾ ഖവാരിജ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്നത്. അത് അഹ്ലുസുന്നയുടെ അക്കാലഘട്ടത്തിൽ അടയാളമായിരുന്നു. കാരണം ഈ തറദ്ദി, ഈ തൃപ്തിക്ക് വേണ്ടിയുള്ള ദുആ പിഴച്ച കക്ഷികളിൽ നിന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. കാരണം അവർ സ്വഹാബികളെ മോശക്കാരായി കണ്ടു. ഇന്നും പല ആളുകളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സ്വഹാബികളെ, അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളൊക്കെ ഹദീസ് കെട്ടിച്ചമച്ച ജൂതന്മാർക്ക് വേണ്ടി ഹദീസ് കെട്ടിച്ചമച്ചവരാണ് എന്ന് പറയുന്നവരാണ്. ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ആളുകളിൽപ്പെട്ട പലരും അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടി ഇറങ്ങിയ പല പുസ്തകങ്ങളിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെക്കുറിച്ച് മോശമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ അപ്രകാരം സഹാബത്തിനെ ചെറുതായി കാണുകയും ഏതെങ്കിലും ഒരു സഹാബിയെ തന്നെ തള്ളിക്കളഞ്ഞാൽ അത് മുഴുവൻ സഹാബത്തിനെയും തള്ളിക്കളയുന്നതിന് തുല്യമാണ്. മറിച്ച് യഥാർത്ഥ വിശ്വാസികൾ എന്നും സഹാബത്തിനു വേണ്ടി ദുആ ചെയ്യുന്നവരാണെന്ന്. തെറ്റുകളോ അബദ്ധങ്ങളോ മാനുഷികമായി ആർക്കും പറ്റാം. എന്നാൽ അതിൻ്റെ പേരിൽ തക്ഫീർ നടത്തുക, കാഫിറാണെന്ന് പ്രഖ്യാപിക്കുക, സാഹോദര്യ ബന്ധം മുറിച്ചു കളയുക തുടങ്ങിയതൊക്കെ ഗുരുതരമായ കുറ്റങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരിക്കലും അങ്ങനെ ആവരുത്. മുഹാജിറുകളെയും അൻസാറുകളെയും ചീത്ത പറയുന്നവരല്ല. പ്രവാചകൻ പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്. കാരണം ഉഹുദ് മലയോളം നിങ്ങൾ ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച ഒരു മുദ്ദിൻ്റെ അടുത്ത് അത് എത്തൂല. ഒരു ഉഹുദ് പർവ്വതത്തോളം നിങ്ങൾ ചെലവഴിച്ചാലും ഒരു സഹാബി ചെലവഴിച്ച ഒരു മുത്ത്, ഒരു കൈപ്പിടിക്ക് അതിന് സമമാകൂല. അത്രക്ക് പവിത്രതയും ശ്രേഷ്ഠതയും അള്ളാഹു നൽകിയവരാണ് സഹാബികൾ. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞത്. സ്വഹാബത്തിനെ മുഴുവൻ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ടവരെ എങ്ങനെയാണ് കാഫറുകളാണെന്ന് പറയാൻ പറ്റുന്നത്? മോശക്കാരാണ് എന്ന് പറയാൻ പറ്റുന്നത്? യുദ്ധക്കൊതിയന്മാരാണ് എന്ന് പറയാൻ പറ്റുന്നത്? ഖിലാഫത്തിനെ സ്നേഹിച്ച് രാജ്യഭരണത്തെ സ്നേഹിച്ചവരാണ് എന്ന് പറയാൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണപ്പെടുന്ന രാഷ്ട്രീയപരമായ വടംവലികൾ പോലെയായിരുന്നു സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടായ പ്രശ്നമെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അബദ്ധം പറ്റിയിരിക്കും, അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ട് കേസുകളാണ്, രണ്ടവസ്ഥകളാണ്. ചരിത്രം പഠിച്ചവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സ്വഹാബത്തിനെക്കുറിച്ച് കേൾക്കുമ്പോഴും ഈമാനിൽ മുൻകടന്നവരെക്കുറിച്ച് കേൾക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ അവർക്ക് വേണ്ടി, റഹ്മത്തിനു വേണ്ടി, റിളക്ക് വേണ്ടിയുള്ള ദുആ വേണം. റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത്. താബിഈങ്ങളെക്കുറിച്ചും തബഉ താബിഈങ്ങളെക്കുറിച്ചും ലോകാവസാനം വരെ വരുന്ന മുസ്ലിമീങ്ങൾ അവർ സ്വഹാബത്തിനു വേണ്ടി, സലഫുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്. അവിടെ ഇഖ്വാൻ, ആ ഉഖുവത്ത്, ആ സാഹോദര്യം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ആ സാഹോദര്യം, അതുകൊണ്ട് ആ വേർഡാണ് അവർ ഉപയോഗിക്കുന്നത്. ഞങ്ങളത് സഹോദരങ്ങൾ. അത് പറയുമ്പോൾ തന്നെ ആ ഒരു മഹബത്തും ആ ഒരു സ്നേഹവും നമുക്ക് പ്രകടമാവും. അതിനുശേഷം എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം പാലിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു. സ്വഹാബത്തിനോട് മാത്രമല്ല, അതുകൊണ്ടാണ് ഇവിടെ ആമായ വേർഡ് ഉപയോഗിച്ചത്. വലാ തജ്അൽ, അല്ലാഹുവേ നീ ആക്കരുതേ, നീ ഉണ്ടാക്കി തീർക്കരുതേ, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ, വെറുപ്പ്, വിദ്വേഷം, പക, ഏതെങ്കിലും നിലക്കുള്ള അസൂയ, ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവരുതേ. ആരോട്? ലില്ലദീന ആമനു, ഈമാനുള്ളവരോട്, വിശ്വസിച്ചവരോട്. വിശ്വാസികളിൽ ഒരാളോടും യാതൊരു വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്താൻ പാടില്ല ഒരു കാരണവശാലും. യഥാർത്ഥ മുഅ്മിനുകളോട്, യഥാർത്ഥ വിശ്വാസികളോട് ഒരു നിലക്കും നമ്മൾ പക വെച്ച് പുലർത്തരുത്, വിദ്വേഷമോ വെറുപ്പോ വെച്ച് പുലർത്തരുത്. പക്ഷേ മുസ്ലിമീങ്ങൾ, അവരിൽ മഹാഭൂരിപക്ഷവും മദ്ഹബുകളുടെ പേരിൽ, പ്രസ്ഥാനങ്ങളുടെ പേരിൽ, ഗ്രൂപ്പുകളുടെ പേരിൽ യാതൊരു കുറ്റവും ചെയ്യാത്ത നിരപരാധികളെ വെറുത്തുകൊണ്ടേയിരിക്കുകയാണ്.
അന്നും ഇന്നുമൊക്കെ വെറുത്തിട്ടുണ്ട്. മദ്ഹബിൻ്റെ പേരിൽ, തങ്ങളുടെ അഭിപ്രായം മറ്റൊരാൾക്കില്ല എന്നതിൻ്റെ പേരിൽ, ഗ്രൂപ്പുകൾ വ്യത്യാസത്തിൻ്റെ പേരിലൊക്കെ വളരെ വലിയ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ഒരു വേള അമുസ്ലിമീങ്ങളോട് പോലും ഇല്ലാത്ത അത്രയും ദേഷ്യവും വെറുപ്പും മുസ്ലിമീങ്ങളോട് വെച്ചു പുലർത്തുകയും കണ്ടാൽ മിണ്ടാതെ പുഞ്ചിരിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്ന അതിദയനീയമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. തൗഹീദുള്ള ആളുകളോട്, സത്യവിശ്വാസികളോട്, അതുകൊണ്ടാണ് ലില്ലദീന ആമനു, തൗഹീദുള്ള ആളുകളോട്. അതേസമയത്ത് ഷിർക്കിൻ്റെ ആളുകളോട് ആ ഷിർക്കിൻ്റെ അല്ലെങ്കിൽ ഖുറാഫാത്തിൻ്റെ ബിദ്അത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആ നിലക്കുള്ള ഒരു പിണക്കം അവരോട് കാണിക്കാം. എന്തിനാണ്? അവർ നന്നായി തീരാൻ വേണ്ടി. അതിനപ്പുറത്തുള്ള അവസ്ഥകൾ, തൗഹീദുള്ള ആളുകൾ തമ്മിൽ തന്നെയുള്ള വെറുപ്പുകൾ, വിദ്വേഷങ്ങളൊക്കെ പൈശാചികമാണ് എന്ന് മനസ്സിലാക്കുക. അതുണ്ടാവരുതേ എന്നായിരിക്കണം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, ഈമാനുള്ളവരോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാവരുതേ റബ്ബേ, അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, തീർച്ചയായും നീ, റഊഫുൻ, ദയാലുവാണ്, റഹീമുൻ, കാരുണ്യവാനുമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ രണ്ട് ഇസ്മുകൾ ഉപയോഗിച്ചത്? ഈ രണ്ട് ഇസ്മുകൾ ഉപയോഗിക്കാനുള്ള കാരണം ഈ ആയത്തിലെ ദുആയിലെ കണ്ടൻറ്റ് പരസ്പരം വിശ്വാസികൾ കാണിക്കുന്ന റഅഫത്തിൻ്റെ, റഹ്മത്തിൻ്റെ ആശയമാണ്. വിശ്വാസികൾ പരസ്പരം ദയാവായ്പ് കാണിക്കുകയും പരസ്പരം കാരുണ്യപൂർവ്വം വർത്തിക്കുകയും ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് തൗഫീഖ് നൽകാൻ റഊഫായ റഹീമായ റബ്ബേ നിനക്കേ കഴിയുള്ളൂ. കാരണം ആ ഹൃദയത്തിൽ റഅഫത്തിട്ട് തരുന്നവൻ അള്ളാഹുവാണ്, ഹൃദയത്തിൽ റഹ്മത്തിട്ട് തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ സകല വിശ്വാസികളോടും തെളിഞ്ഞ ഹൃദയത്തോടുകൂടി അവരെ കാണാനും അവരെ സമീപിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദുആയുടെ കണ്ടന്റിന്, ആ ദുആയുടെ ഉള്ളടക്കത്തിന് അനുയോജ്യമായ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റബ്ബന ഇന്നക, അള്ളാഹുവെ നിശ്ചയമായും നീ, റഊഫുൻ, ദയാലുവാണ്, റഹീമുൻ, കാരുണ്യവാനാണ്. എന്നാൽ വിശ്വാസികൾ കാണപ്പെടുന്ന ചെറിയ തെറ്റുകളുടെ പേരിൽ പോലും എന്തോ വലിയ പാതകം ചെയ്തവരെ പോലെ വിശ്വാസികൾ ആട്ടി അകറ്റുന്ന ആളുകളുണ്ട്. അതിനുള്ള റദ്ദുകൂടി ഇതിലുണ്ട്. എന്താണ്? അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾ മേലെയും മറ്റുള്ളവർ താഴെയുമാണ് എന്നാണ്. എന്നാൽ ഇവിടെ കാണുന്നത് റബ്ബന ഗഫിർ ലന, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു തരണേ. എല്ലാവരിലുമുണ്ട് ദൂഷ്യങ്ങൾ, എല്ലാവരിലുമുണ്ട് പോരായ്മകൾ. ഞങ്ങൾ വലുത് അവർ ചെറുത്, അങ്ങനെയല്ല. മറിച്ച് എല്ലാവർക്കും അബദ്ധം പറ്റാം, ഈ ഒരു ധാരണയാണ്. അതാണ് റബ്ബന ഗഫിർ ലന വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങൾക്കും ഈമാനിൽ ഞങ്ങളെ മുൻകടന്നവർക്കും ഒക്കെ റബ്ബേ നീ പുറത്തു തരണേ. അബദ്ധങ്ങളും തെറ്റുകളും എല്ലാവർക്കും സംഭവിക്കും, അങ്ങനെയാണ്. എന്നാൽ ആരിലെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചാൽ അതിനെ പർവ്വതീകരിച്ച് അവർ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണെങ്കിൽ പോലും അവരെ പിഴച്ചവരായി പ്രഖ്യാപിച്ച് അവർക്കെതിരെ എല്ലാ നിലക്കുമുള്ള വെറുപ്പിൻ്റെ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് അവർക്കെതിരെ സംസാരിക്കുകയും ലോകത്തിലുള്ള പണ്ഡിതന്മാരെ മുഴുവൻ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ഇവർ മൻഹജിൽ നിന്ന് പുറത്താണ്, വെറുക്കപ്പെടേണ്ടവരാണ്, കൂടാൻ പറ്റാത്തവരാണ് എന്നുള്ള നിലക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ആളുകൾ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെറുപ്പുകളും വിദ്വേഷങ്ങളും ഇല്ലാതെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപവും ശത്രുതയുമുള്ള വിഷയമാണെങ്കിൽ പരസ്പരം സഹകരിക്കണ്ട. എന്നാൽ പുണ്യവും നന്മയുമുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ബൃഹത്തായ ആശയമാണ് ഈ 10-ാമത്തെ ആയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈഅസത്തിന് അർഹരായി തീരുന്ന യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവേണ്ട ക്വാളിറ്റി, അവർ ഒരിക്കലും സ്വഹാബത്തിനെ ചീത്ത പറയരുത്, സലഫുകളെ അധിക്ഷേപിക്കുന്ന ആളുകളായി തീരരുത്, പരസ്പരം മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വെറുപ്പും വിദ്വേഷവും വിശ്വാസികളോട് വെച്ചു പുലർത്താത്തവരായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിനെ ചീത്ത പറയുകയും മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുകയും ചെയ്യുന്ന തക്ഫീറിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ലോകത്ത്.
ഒരുപാട് ഗ്രൂപ്പുകൾ. ആമത്തുൽ മുസ്ലിമീൻ എല്ലാവരും കാഫറുകളാണ്, ഇസ്ലാം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് മുസ്ലിമീങ്ങൾ മടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞാനും എനിക്ക് വേണ്ടപ്പെട്ട 2-3 ആളുകളും ഒഴികെ ബാക്കി എല്ലാവരും കാഫറുകളാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. മുഴുവൻ മുസ്ലിമീങ്ങളിലും തക്ഫീർ, ജഹാലത്ത് ആരോപിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അല്ലാഹു തബാറക വ തആല ആലം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രത്തിലേക്കും അതിൻ്റെ വക്താക്കളുടെ സ്വഭാവത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അലം തറ ഇലല്ലദീന നാഫഖൂ യഖൂലൂന ലിഇഖ്വാനിഹിമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ് ലഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅകും വലാ നുതീഉ ഫീകും അഹദൻ അബദാ വഇൻ ഖൂതിൽതും ലനൻസുറന്നകും വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ, ചിന്തിക്കുന്നില്ലേ? ആരെ കണ്ടില്ലേ? ഇലല്ലദീന നാഫഖൂ, നിഫാഖ് കാണിക്കുന്ന, നാഫഖ എന്ന് പറഞ്ഞാൽ കാപട്യം കാണിക്കുക. നാഫഖ യുനാഫിഖു നിഫാഖൻ വ മുനാഫഖതൻ, കാപട്യം കാണിക്കുക. മുനാഫഖ അല്ലെങ്കിൽ നിഫാഖ് എന്ന് പറഞ്ഞാൽ കാപട്യം കാണിക്കുക. നാഫഖ യുനാഫിഖ്. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ? അലം തറ, താങ്കൾ കാണുന്നില്ലേ അല്ലെങ്കിൽ നോക്കുന്നില്ലേ? ആരിലേക്ക് നോക്കുന്നില്ലേ? ആരിലേക്ക് കാണുന്നില്ലേ? ഇലല്ലദീന നാഫഖൂ, കാപട്യം കാണിക്കുന്ന മുനാഫിക്കുകളെ കാണുന്നില്ലേ? യഖൂലൂൻ, അവർ പറയുകയാണ്, ലി ഇഖ്വാനിഹിം, അവരുടെ സഹോദരങ്ങളോട്. ആരാണവർ? അല്ലദീന കഫറൂ, അവർ സത്യനിഷേധികളാണ്. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട. അപ്പോൾ വേദക്കാരിൽപ്പെട്ട യഹൂദന്മാരോട് പറയുന്ന അവരുടെ ഇഖ്വാനുകളെ കണ്ടില്ലേ, മുനാഫിക്കുകളായ ആളുകളെ? എന്താ അവർ പറയുന്നത്? ലഇൻ ഉഖ്രിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ. ഉഖ്രിജ എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെടുക, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, പുറത്താക്കൽ. ലഇൻ ഉഖ്രിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ, ലനഖ്റുജന്ന മഅകും, നിങ്ങളുടെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു വരും. ഞങ്ങളും നിങ്ങളുടെ കൂടെ, നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞങ്ങളും വരും. വലാ നുതീഉ ഫീകും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അനുസരിക്കുകയില്ല. അതാഅ യുതീഉ ഇതാഅതൻ, വലാ നുതീഉ ഫീകും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അനുസരിക്കുകയില്ല. അഹദൻ, ഒരാളെയും, അബദൻ, ഒരിക്കലും. ഇനി വഇൻ ഖൂതിൽതും, നിങ്ങൾ യുദ്ധത്തിന് വിധേയമാക്കപ്പെടുകയാണെങ്കിൽ. ഖാതല യുഖാതിലു മുഖാതല, ഖൂതില എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വിധേയമാക്കപ്പെടുക. അഥവാ നിങ്ങളോട് മുഹമ്മദ് നബിയും സ്വഹാബികളും യുദ്ധം ചെയ്യുകയാണെങ്കിൽ, വഇൻ ഖൂതിൽതും ലനൻസുറന്നകും, നസറ യൻസുറു നസ്റൻ, സഹായിക്കുക. ലനൻസുറന്നകും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. വല്ലാഹു യഷ്ഹദു, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. ഷഹിദ യഷ്ഹദു ഷഹാദത്തൻ, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. ഇന്നഹും, നിശ്ചയമായും അവർ, ലകാദിബൂൻ, കളവ് തന്നെയാണ് പറയുന്നത്. അവർ കളവ് പറയുന്നവർ തന്നെയാകുന്നു. കെദിബ, കെദിബ്, കളവ്. കദബ യക്ദിബു കെദിബൻ, കളവ് പറയൽ. കാദിബ്, കളവ് പറയുന്നവൻ. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറയുകയാണെന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. ഇത് ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതുവരെ പറഞ്ഞത് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ആ മൈത്രി ബന്ധമാണ്, അതിലെ ആത്മാർത്ഥതയാണ്. അതേപോലെ തന്നെ
താബിയങ്ങളും തബഉത്താബിയങ്ങളുമൊക്കെ പൂർവികരോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹബന്ധമാണ്, ആത്മാർത്ഥമായ ആ സ്നേഹബന്ധം. അപ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള അതുല്യമായ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹബന്ധം പറഞ്ഞതിന് ശേഷം മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു ശക്തിയും അതിലെ ഒരു ആത്മാർത്ഥതയും അതിലൊരു സത്യസന്ധതയും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാരണം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് ഒരു കാരണവശാലും അതല്ലാത്തവർക്കിടയിൽ ഉണ്ടാവൂല എന്നാണ്. അതിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നീട് പറയുന്നതെല്ലാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പറയാണ്. കാരണം നമ്മളിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ബനൂ നളീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും വളയുകയുണ്ടായി. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവും അസ്ഹാബും അവൻ്റെ ആളുകളും ഇവർക്ക് കത്തെഴുതുകയുണ്ടായി, ഇവർക്കൊരു റിസാല അയക്കുകയുണ്ടായി. അതിലാരൊക്കെയുണ്ട്? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലുണ്ട്, വദീഅ എന്ന് പറയുന്ന ആളുണ്ട്, മാലിക് അഥവാ ഇബ്ന നൗഫലിൻ വ സുവൈദുൻ. വദീഅയും മാലിക്കും നൗഫലിൻ്റെ മക്കളാണ്. സുവൈദുണ്ട്, ദാഇസുണ്ട്. അവർ ബനൂ നളീറിലേക്ക് ദൂതന്മാരെ അയക്കുകയുണ്ടായി, റിസാല അയക്കുകയുണ്ടായി. എന്നിട്ട് അതിൽ പറയുന്നത്, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ മുഹമ്മദ് നബിക്കും സഹാബത്തിനും വിട്ടുകൊടുക്കില്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഇവരെ വെറുതെ ധൈര്യം കൊടുത്ത് പ്രേരിപ്പിക്കുകയാണ്, സഹായിക്കൊന്നുമില്ല. അവരങ്ങനെയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയാണ് അവർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഉള്ളിൽ ശത്രുതയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തഹ്സബുഹും ജമിഅ വ ഖുലൂബുഹും ശത്ത. അവർ ഐക്യത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ വെറുതെ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂടണ്ട് എന്നൊക്കെ പറയുന്നത്. നിർണായക ഘട്ടത്തിൽ കൈയൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കത്തെഴുതി, നിങ്ങൾ ഒരിക്കലും കീഴടങ്ങരുത്, മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നിങ്ങളെ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നാൽ നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞങ്ങളുണ്ട്, ഐക്യദാർഢ്യം, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരും. എവിടെ അവർ പോകുമോ? പോവില്ല. ഇനി നിങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കും. ഈ പറഞ്ഞതെല്ലാം നുണയാണ്. അതാണ് വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബുൻ. അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, വെറുതെ കളവ് പറയാണ്, വെറുതെ പറയാണ്. ഇന്നഹും ലകാദിബുൻ, അവർ കളവ് പറയുകയാണ്. അതാണ് അലം തറ ഇലല്ലദീന നാഫഖു, ഈ പറയപ്പെട്ട മുനാഫിക്കുകളാണ്. മുനാഫിക്കുകളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ യഹൂദന്മാരിൽ നിന്നാണ് മഹാഭൂരിപക്ഷം മുനാഫിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഈ ആളുകൾ നബിയുടെ കൂടെ നമസ്കരിക്കാൻ മദീന പള്ളിയിൽ ഉണ്ടാവുന്നവരാണ്. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അടക്കമുള്ളവർ നിസ്കരിക്കാൻ നബിയുടെ കൂടെ ഉണ്ടാവും, മറ്റു പല കാര്യങ്ങൾക്കും. കാരണം വിശ്വാസികളെ കാണുമ്പോൾ പറയും, ഖാലു ആമന്ന വ ഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും. എന്നാൽ അവരുടെ ശൈത്താന്മാരുടെ അടുത്തേക്ക് പോയാൽ പറയും, നിങ്ങളുടെ കൂടെയാണ്. മുസ്ലിങ്ങളെ ഞങ്ങൾ കളിയാക്കാണ്. മുദബ്ദബീന ബൈന ദാലിക്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നവരാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഈ മുനാഫിക്കുകൾ ഉള്ളിൽ നിഫാഖാണ്. എന്നാൽ മുസ്ലിമീങ്ങളായി പുറത്ത് അഭിനയിക്കുന്നവർ അങ്ങനെയൊന്നും അഭിനയിക്കാതെ മാറി നിന്നവരാണ് ബനൂ നളീർ ഗോത്രത്തിലുള്ള ആളുകൾ. അവരോട് പറയും, അതാണ് യഖൂലൂന ഇഖ്വാനിഹിമുൽ ലദീന കഫറു എന്ന് ആദ്യം പറഞ്ഞ മുനാഫിക്കുകളും കാഫറുകൾ തന്നെയാണ്. എന്നാൽ ഇവരെ അല്ലദീന കഫറു എന്ന് പറയാൻ കാരണം അവരൊരിക്കലും ഇസ്ലാം ലാഹിറിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ മുനാഫിക്കുകൾ ലാഹിറിൽ മുസ്ലിങ്ങളുടെ കൂടെയാണെന്ന് വരുത്തുകയും എന്നാൽ രഹസ്യമായി ഇവർക്ക് കത്തെഴുതുകയും ചെയ്തു, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കൂടെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ലിഖ്വാനിഹിമുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ബനി നളീർ, ബനൂ നളീർ ഗോത്രത്തിലെ അഹ്ലുൽ കിതാബിൻ്റെ ആളുകളോട് പറഞ്ഞു, ലഇൻ ഖുരിജുതും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ലനഖുറുജന്ന മഅക്കും, ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറപ്പെട്ടു വരും. വലാ നുതിഉ ഫീകും അഹദൻ അബദ, നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ വേറെ ആരും പറയുന്നത് അനുസരിക്കില്ല, നിങ്ങളെ സഹായിക്കരുത് എന്ന് മുഹമ്മദ് നബി ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചാൽ ഞങ്ങൾ മുഹമ്മദ് നബി പറയുന്നത് കേൾക്കൂല, മുഹമ്മദ് പറയുന്നത് ഞങ്ങൾ കേൾക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിൽ വേറെ ആരെയും ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് ആണയിട്ട് പറയാണ്. വലാ നുതിഉ ഫീകും അഹദൻ അബദ വഇൻ ഖൂതിൽതും, ഇനി യുദ്ധമുണ്ടായാൽ ലനൻസുറന്നക്കും, സൈന്യവും ആയുധവും ഒക്കെ തന്ന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നവർ പറഞ്ഞു. വല്ലാഹു യഷ്ഹദു, എന്നാൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നഹും ലകാദിബൂൻ, അവർ
നുണ പറയുകയാണ്. എന്നാൽ അൻസാറുകൾ പറഞ്ഞു മുഹാജിറുകളോട്, നിങ്ങൾ വരൂ, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ സംരക്ഷിക്കാം. അക്ഷരാർത്ഥത്തിൽ അവർ ആ വാക്ക് പാലിച്ചു, അവർ സഹായിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ അൻസാറുകളായി തീർന്നു. അവരുടെ ക്വാളിറ്റിയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അതാണ് മുസ്ലിമീങ്ങളുടെ പ്രത്യേകത. എന്നാൽ അതിനപ്പുറത്തുള്ള ആളുകളൊക്കെ പരസ്പരം കൂടെ നിന്നെന്ന് കാണിച്ചു ചതിക്കുന്നവരാണ്, കളവ് പറയുന്നവരാണ്, കാപട്യത്തിൻ്റെ ആളുകളാണ്. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖീഖത്ത് പറയാണ്. ഇത് അവരുടെ ഡയലോഗാണ്. ഇനി 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹഖീഖത്ത് പറയുന്നു. ലഇൻ ഉഖ്രിജൂ ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലൂ ലാ യൻസുറൂനഹും വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ ثم لا ينصرون. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം പറയുകയാണ്. ലഇൻ ഉഖ്രിജു, ബനൂ നളീറിലുള്ള യഹൂദന്മാർ പുറത്താക്കപ്പെട്ടാൽ, ലാ യഖ്റുജൂന മഅഹും, ഈ പറഞ്ഞ ആളുകൾ ലാ യഖ്റുജൂന മഅഹും, അവരുടെ കൂടെ പുറപ്പെട്ടു പോവില്ല. വലഇൻ ഖൂതിലു, ഇനി ഇവർ യുദ്ധത്തിന് വിധേയമാക്കപ്പെട്ടാലും, യുദ്ധമുണ്ടായാലും, ലാ യൻസുറൂനഹും, അവർ ഇവരെ സഹായിക്കുകയുമില്ല. കാരണം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഈ പറഞ്ഞവരാരും അവരെ സഹായിച്ചില്ല. അവർ പുറത്താക്കപ്പെട്ടപ്പോൾ അവരുടെ കൂടെ പോയതുമില്ല. അള്ളാഹു ആ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഇൻ നസറൂഹും, ഇനി ഇവർ അവരെ സഹായിച്ചു എന്ന് തന്നെ വിചാരിക്കുക. യഹൂദന്മാർ ഈ പറഞ്ഞവരോടൊക്കെ പകുതിയിൽ വെച്ച് കരാർ ലംഘിച്ചിട്ടുണ്ട്. യഹൂദന്മാർക്ക് ഇന്ന ആളുകളെന്നില്ല, എല്ലാവരോടും കരാർ ലംഘിക്കും. ആരോട് കരാർ നടത്തിയാലും അതൊക്കെ ലംഘിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളുടെ കൂടെ വന്നു പകുതിയിൽ വെച്ച് അവർ മടങ്ങിപ്പോയില്ലേ? ബദറിലും ഉഹദിലുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ മടങ്ങിപ്പോയി. മുനാഫിക്കുകൾ അവർ മടങ്ങിപ്പോയി. യഹൂദന്മാരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹദ്, യഹൂദന്മാർ കരാർ പാലിക്കൂല. മഹാഭൂരിപക്ഷവും ഫാസിഖീങ്ങളാണ്, അവർ കരാർ പാലിക്കൂല. അതുകൊണ്ട് തന്നെ വലഇൻ നസറൂഹും, ഇനി ഇവർ അവരെ സഹായിച്ചാൽ തന്നെ ലയുവല്ലുന്നൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടുന്നാണ്. കാരണം പേടിയാണ്. വല്ലാ യുവല്ലി തൗലിയ, തിരിഞ്ഞോടുക, പിന്തിരിഞ്ഞോടുക. വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ, ദുബറിൻ്റെ ജംആണ് അദ്ബാർ, പിന്തിരിഞ്ഞോടുക, പുറംതിരിഞ്ഞോടുക. സഹായിച്ചാൽ തന്നെ പിന്തിരിഞ്ഞോടും, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും. സുമ്മ, പിന്നീട് ലാ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല. ഒരു നിലക്കുമുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ബനൂ നളീറിനോ തത്തുല്യരായ ഗോത്രക്കാർക്കോ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും പൊള്ളയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. ലഇൻ ഉഖ്രിജൂ ലാ യഖ്റുജൂന മഅഹും, അവർ പുറപ്പെട്ടാൽ അവരുടെ കൂടെ ഇവർ പുറപ്പെട്ടു പോവുകയില്ല. വലഇൻ ഖൂതിലൂ ലാ യൻസുറൂനഹും, ഇനി യുദ്ധത്തിന് വിധേയമാക്കപ്പെട്ടാൽ സഹായിക്കൂല. വലഇൻ നസറൂഹും, ഇനി സഹായിച്ചാൽ തന്നെ അതിന് അധിക കാലം നിലനിൽപ്പില്ല. ലയുവല്ലുന്നൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. പകുതിയിൽ അവരെ ആക്കിയിട്ട് ഇവർ രക്ഷപ്പെട്ട് കളയും. സുമ്മ ലാ യുൻസറൂൻ, പിന്നീട് ഒരു നിലക്കും ആ ഓടിയവർക്കും സഹായം കിട്ടൂല. ആർക്ക് വേണ്ടിയാണ് അവർ വന്നു കൊടുത്തത് അവരും സഹായിക്കപ്പെടുകയില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവരെ കൈയൊഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായവും അവർക്കുണ്ടാവുകയില്ല. ഇനി ഇങ്ങനെ പിന്തിരിഞ്ഞോടാനും മറ്റുമൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതാണ് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ് ذلك بأنهم قوم لا يفقهون.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുനാഫിക്കുകളുടെയും സത്യനിഷേധികളുടെയും ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ലഅൻതും, നിശ്ചയമായും നിങ്ങൾ അഥവാ മുസ്ലിമീങ്ങൾ, അശദ്ദു റഹ്ബതൻ, കഠിനമായ പേടിയാണ് അവർക്ക് മുസ്ലിമീങ്ങളെക്കുറിച്ച്. അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ നെഞ്ചകത്ത് കഠിനമായ പേടിയാണ്. ആരേക്കാൾ? മിനല്ലാ, അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയേക്കാൾ അവർക്ക് നിങ്ങളെയാണ് പേടി. ദാലിക, കാരണം ബി അന്നഹും, അവർ ഖൗമുൻ, ഒരു ജനവിഭാഗമാണ്, ലാ യഫ്ഖഹൂൻ, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, ഫിഖ്ഹില്ലാത്ത, അറിവില്ലാത്തൊരു ജനതയാണ് എന്നതുകൊണ്ടാണത്. ഫഖിഹ എന്ന് പറഞ്ഞാൽ അറിവ്, വിവരം, പക്വത എല്ലാം ഉണ്ടാവുന്നതിനാണ് അത് പറയുന്നത്. ഫഖിഹ യഫ്ഖഹു ഫിഖ്ഹൻ വഫഖഹ, ഫഖിഹ യഫ്ഖഹു ഫിഖ്ഹൻ വഫഖഹൻ, ഗ്രാഹ്യത, അറിവ്. ദാലിക ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, ചിന്തിച്ചു മനസ്സിലാക്കാത്ത, അറിവില്ലാത്ത ഒരു ജനതയാണവർ. അവർക്ക് അള്ളാഹുവിനേക്കാൾ പേടി മുസ്ലിമീങ്ങളെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബനൂ നളീർ ഗോത്രം, അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള കാരണം അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തൊരു പേടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു തരം പേടി ഇട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പേടി ഒരു മാസം മുമ്പ് തന്നെ ശത്രുക്കൾക്കുണ്ടാകുമായിരുന്നു. യുദ്ധത്തിനൊരു മാസം മുമ്പ് തന്നെ പേടി ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ഒരു പേടി, ആ പേടിയുടെ ഭാഗമാണ് അന്നും ഇന്നും മുസ്ലിമീങ്ങൾക്കെതിരിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ ഒക്കെ ഒരു കാരണം. എന്തോ നിലക്കുള്ള ഒരു ഭീതി മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവിശ്വാസികളായ ആളുകൾക്കുണ്ട്. അവരുടെ ആദർശം തൗഹീദ്, കാരണം ഇസ്ലാമിൻ്റെ ഒന്നുമായും ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അധർമ്മത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും ആളുകളാണെങ്കിൽ അവർക്കും ഇസ്ലാമിനെ പേടിയാണ്. ലഹരിയുടെ ആളുകൾക്ക് ഇസ്ലാമിനെ പേടിയാണ്. എന്തുകൊണ്ട്? ലഹരിയോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം അവരുടെ കച്ചവടത്തിന് ഒരിക്കലും യോജിക്കുന്നതല്ല. വ്യഭിചാരത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും ലിബറലിസത്തിൻ്റെയും ആളുകൾക്ക് ഇസ്ലാമിനെ പേടിയാണ്. എന്തുകൊണ്ട്? കുത്തഴിഞ്ഞ ജീവിതവും ലൈംഗിക അരാജകത്വവും സ്വവർഗരതിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ശക്തമായ എതിരാളിയാണ് ഇസ്ലാം. സ്ത്രീ സൗന്ദര്യത്തെ വിറ്റ് ജീവിക്കുന്ന ആളുകൾക്കും ഇസ്ലാമിനെ പേടിയാണ്. അതുകൊണ്ടാണ് അവർക്ക് പർദ്ദയെ അവർ പേടിക്കുന്നത് എന്തിനാണ്? ഹിജാബിനെ പേടിക്കുന്നത് എന്തിനാണ്? ഈ ഒരു കാര്യം കൊണ്ടാണ്. ഷിർക്കിൻ്റെ ആളുകൾക്കും ഇസ്ലാമിനെ പേടിയാണ്. കാരണം മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ദൈവമാക്കി അവതരിപ്പിച്ച് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പേടിയാണ്. ഏത് വകുപ്പിലൂടെ നോക്കിയാലും ഇസ്ലാമിനെ പേടിയാണ്. ഇനി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ, അതേപോലുള്ളൊരു പോരാട്ടമുണ്ടാവുകയാണെങ്കിൽ അപ്പോഴും മുസ്ലിമീങ്ങളെ പേടിയാണ്. കാരണം എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി, ഇസ്ലാമിക പട്ടാളത്തെ നിരീക്ഷിക്കാൻ വേണ്ടി റോമിലെ ചക്രവർത്തി ചില ചാരന്മാരയക്കുകയുണ്ടായി. അപ്പോൾ അവർ രാത്രിയിൽ വേഷം മാറി മുസ്ലിം സൈന്യം പട്ടാളം താമസിക്കുന്നിടത്തു പോയി പകലവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു. തിരിച്ച് അദ്ദേഹം അവിടെ പോയി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിമീങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹുവേ നാളത്തെ യുദ്ധത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നവരെ നമുക്കെങ്ങനെയാണ് തോൽപ്പിക്കാൻ പറ്റുന്നത്? കാരണം അവർ ഷഹാദക്ക് വേണ്ടിയാണ് ഈ ദുആ ചെയ്യുന്നത്. അള്ളാഹുവേ ഞങ്ങളെ ഷഹീദ്, മരിക്കാൻ വേണ്ടി പോരാടുന്നവരെ, കാരണം അവർക്ക് പേടിയുണ്ടാവില്ല എന്നാണ്. മരിച്ചാൽ ഷഹാദയാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നുള്ള ആ ധൈര്യത്തോടു കൂടിയാണ് ശത്രുവിനെ പേടിച്ചിങ്ങനെ മാറി മാറി ഒഴിഞ്ഞു മാറി നടക്കുകയല്ല ചെയ്യുക. പിന്നെ ധൈര്യസമേതം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം മരിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ല, മറിച്ച് മരിച്ചാലും സ്വർഗമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു നിലക്കും അറച്ചുകൊണ്ടോ മടിച്ചുകൊണ്ടോ അല്ല യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്.
അതുകൊണ്ട് തന്നെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ശേഷം അള്ളാഹുവിനോട് രക്തസാക്ഷിത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അതാണല്ല അൻതും അശദ്ദു റഹ്ബതൻ, നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ തോന്നുന്ന പേടി അവർ ദൈവത്തെ പേടിക്കുന്നതിനേക്കാൾ നിങ്ങളെ പേടിക്കുന്നു എന്നാണ്. അൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള പേടിയാണ്. അതുകൊണ്ടാണ് വല ഇന്ന സറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ, സഹായിക്കാൻ വന്നാൽ തന്നെ പിന്തിരിഞ്ഞോടുന്നാണ്. നബിയെയും സഹാബത്തിനെയും കാണുമ്പോഴേക്ക് തന്നെ പേടിയാകും. അതിൻ്റെ ഉദാഹരണം പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. ബദർ യുദ്ധത്തിൽ സംഭവിച്ചതും ഇബ്ലീസ് അവരെ ഇളക്കി വിട്ടതും ഇബ്ലീസ് പിന്നീട് ഒഴിഞ്ഞുപോയതും ഒക്കെ പരാമർശത്തിൽ വരുന്നുണ്ട്. കാരണം ഇബ്ലീസ് അതുവരെ അബൂജഹലിനോടും മറ്റുമൊക്കെ പറഞ്ഞു, ഞാനുണ്ട് കൂടെ ഇറങ്ങിക്കോളി. അങ്ങനെ അഹങ്കാരികളായവർ വന്നു. യുദ്ധമുഖത്തെത്തിയപ്പോൾ ഇബ്ലീസ് പറയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്നാൽ എനിക്ക് കാണാൻ പറ്റുന്നവരെ അപ്പുറത്ത് കാണുന്നുണ്ട്. മലക്കുകളെയാണ് ഉദ്ദേശിച്ചത്. മലക്കുകൾ അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ കാണാത്തതിനെ ഞാൻ കാണുന്നു, ഞാൻ വിടുകയാണ്, ഇനി നിങ്ങളായിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് മനുഷ്യവേഷത്തിലായിരുന്നു വന്നത്. അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. മനുഷ്യവേഷത്തിൽ ഇബ്ലീസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശക്തമായി പ്രേരിപ്പിച്ച് അവിടുന്ന് എല്ലാവരെയും ഇളക്കി വിട്ട് ബദറിലേക്ക് എത്തിച്ചു കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ് എന്നതുപോലെയാണ്. ലയുവല്ലുന്നൽ അദ്ബാർ, പിന്തിരിഞ്ഞോടും അവർ. സുമ്മ ലാ യുൻസറൂൻ, പിന്നീട് ഒരു നിലക്കും അവർക്ക് യാതൊരു നിലക്കുള്ള സഹായവും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും മനുഷ്യരുടെ ഭാഗത്തുനിന്നും ലഭിക്കപ്പെടുകയില്ല. സുമ്മ ലാ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല. കാരണം ല അൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ അവർക്ക് പേടി നിങ്ങളെയാണ്. ദാലിക, കാരണം ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർക്ക് വിവരമില്ലാത്തൊരു ജനതയാണ്. വിവരമുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടണം. അങ്ങനെ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അവർ പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തില്ല, അവർ അവിശ്വാസത്തിൽ തുടരുകയില്ല, അവർ സഹാബത്തിനെതിരെ തിരിയുകയില്ല. എന്നാൽ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? മതത്തിനെതിരിൽ, പ്രവാചകനെതിരിൽ യുദ്ധം ചെയ്യുന്നു. അതാണ് അവർക്ക് ഈ അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അവസാനം നിങ്ങളെ ഈ രൂപത്തിൽ പേടിക്കേണ്ടി വന്നതുപോലും ഇതുകൊണ്ടാണ്. അധർമ്മത്തിൻ്റെ ആളുകൾക്കെന്നും സത്യത്തിൻ്റെ ആളുകളോടൊരു പേടി ഉണ്ടാവും. അവരെത്ര തന്നെ ആയുധമുള്ള ആളാണെങ്കിലും. ഇപ്പോൾ ധീരനായ ഒരു മനുഷ്യൻ, നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉണ്ട്, അയാളുടെ കയ്യിൽ ആയുധവുമുണ്ട്, പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആൾ ന്യായമാണ് പറയുന്നതെങ്കിൽ ഒരു പ്രത്യേകതരം പേടി ആ ന്യായം പറയുന്ന ദുർബലനോട് പോലും ഉണ്ടാകുന്ന. അത് അള്ളാഹു അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചത്. അധർമ്മത്തിൻ്റെ ആളുകൾക്ക് സത്യം പറയുന്ന ആൾ ഒരാളാണെങ്കിലും ആ ഒരു വ്യക്തിയെ പേടിയാണ്. അതുകൊണ്ടാണല്ലോ ഹക്ക് പറയുന്നവരെ കൊന്നുകളയുന്നത്, സത്യം പറയുന്നവരെ കൊന്നുകളയുന്നത് ഈ ഒരു പേടി കൊണ്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാണ് നിശ്ചയിച്ചത്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലൂടെ അറിവ് കരസ്ഥമാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.